ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പില്ലോ കവർ വെച്ചിട്ട് 2 ടൈപ്പിലുള്ള ഡോർമാറ്റാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ കീറിയതും അല്ലെങ്കിൽ കളർ മങ്ങിയതുമായിട്ടുള്ള പില്ലോ കവറുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ വെറുതെ കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞാനിതിൽ 2 ടൈപ്പുള്ള ഡോർമാറ്റാണ് കാണിക്കുന്നത്. അത് ആദ്യം നമുക്ക് ഈ ഒരു കളറിൽ ചെയ്യാം. ഇതിൽ ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ഒരു ബെഡ്ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോട്ടൻ്റെ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുന്ന ബെഡ്ഷീറ്റ് കോട്ടൺ അല്ല, അത് കാരണം നമ്മളത് ഫുള്ളാക്കിയിട്ട് തയ്ച്ചെടുത്തിട്ടല്ലേ യൂസ് ചെയ്യുന്നത്. ഇതിനി കറക്റ്റ് ഈ പില്ലോ കവറിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലും മടക്കിയെടുക്കണം. ഞാനിപ്പോൾ മടക്കിയെടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ടിത് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഈ പില്ലോ കവറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടിത് നീർത്തിയെടുക്കണം. ശരിക്ക് ഈ എൻഡിലേക്ക് വെച്ച് കൊടുക്കണം ആദ്യം തന്നെ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീർത്തി എടുത്താൽ മതി. ഇതിനുള്ളിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്ത് തയ്ച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് തയ്ച്ചെടുക്കുക. നമുക്ക് ഈ ഭാഗം ക്ലോസ് ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പഴയ ബെഡ്ഷീറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തുണി ഇതുപോലെ സെയിം അളവിൽ മടക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലൂടെ ഒരു 3-4 പ്രാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഈ ബെഡ്ഷീറ്റ് അതിനുള്ളിൽ തന്നെ പതിഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നമ്മൾ വാഷ് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെ പൊള്ളച്ച് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കഴുകി കഴിയുമ്പോൾ ഒരു സൈഡിലേക്കായിട്ട് വരില്ലേ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എന്നിട്ട് ഇതിന് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ലേസൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഡോർമാറ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നീളത്തിൽ തയ്ച്ചതുപോലെ തന്നെ വീതിയിലും തയ്ച്ചു കൊടുക്കുക. 4 സൈഡും പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പോം ലേസാണ് ഞാൻ ഇതിന് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു എഡ്ജ് ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ലുക്കിലുള്ള ഡോർമാറ്റുകൾ വീട്ടിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പോൾ ആരെങ്കിലും പറയുമോ നമ്മൾ തയ്ച്ചെടുത്തതാണെന്ന്? പില്ലോ കവർ വെച്ച് തയ്ച്ചതാണെന്നും ആരും പറയില്ല. ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്ത പില്ലോ കവർ വെച്ചിട്ടുള്ള ഡോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ ചെയ്യുന്നത്, നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കുറേ കട്ട് പീസുകൾ കിട്ടില്ലേ, സ്ഥിരമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ കട്ട് പീസുകൾ കുറേ ഉണ്ടായിരിക്കും. ഇത് ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ചെറിയ കഷ്ണം പോലും കളയാതെ സൂക്ഷിച്ച് വയ്ക്കും. ഒരു കവറിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബോക്സുകളിലോ ആക്കി വയ്ക്കും. എന്നിട്ട് കുറേ ആവുമ്പോൾ ഒന്നെങ്കിൽ പില്ലോ കവറ്, അതല്ലെങ്കിൽ കുഷ്യൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് വീതി കൂടുതലുള്ള തുണികളാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ഇതുപോലെ ഇങ്ങനെ റഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതുപോലെ കട്ട് പീസ് ഇല്ല, സ്ഥിരമായിട്ട് തയ്ക്കുന്ന ആളൊന്നല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഷോള്, കീറിയ ഷോള് അല്ലെങ്കിൽ കീറിയ ടോപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഡോർമാറ്റ് തുന്നാനിപ്പോൾ മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സൂചി നൂലും വെച്ചിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കുറേ വെട്ടിയിട്ടിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ നിറച്ച് ഫില്ല് ചെയ്യരുത് കേട്ടോ. കുറച്ചൊന്ന് ഷഫിൾ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. കാരണം ഒരുപാട് ഫില്ലായി കഴിഞ്ഞാലേ നമുക്ക് മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സൂചി നൂലും വെച്ചിട്ടാണ് തുന്നുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. എൻഡിലേക്ക് ആദ്യം ആക്കി കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പൊക്കെ ഇങ്ങനെ ഫില്ലാവത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇതാ ഒരുവിധം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കാം. അതിങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ട് തയ്ച്ച് കൊടുക്കണം. അതിന് ശേഷം മുകളിലൂടെ പതിച്ചടിക്കാം. നമ്മൾ തയ്ക്കാൻ മെഷീൻ്റെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടിയിട്ടെടുത്തിട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോകും. ഇങ്ങനത്തെ ഡോർമാറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോട്ടൻ്റെ മാത്രം എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്ക് അടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് മുകളിലൂടെ നമുക്ക് ഓരോ സൈഡിലായിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മുത്തുള്ള തുണികളുടെ കട്ട് പീസൊന്നും ഇതിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ സൂചി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഓരോ ഭാഗം തയ്ക്കുമ്പോഴും ഒന്ന് ഒപ്പം ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കും. അപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ തയ്യലേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെ ബോക്സ് പോലെ തയ്ച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് കണ്ടില്ലേ, ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ഡോർമാറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരും കണ്ടാൽ പറയില്ല നമ്മളിതിനുള്ളിൽ കട്ട് പീസുകളാണ് നിറച്ച് കൊടുത്തിട്ടുള്ളതെന്ന്. ഇതിന് സൈഡിൽ ഞാൻ ലേസ് വെച്ച് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലേസോ അല്ലെങ്കിൽ ഫ്രില്ല് പോലെയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഡോർമാറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.